إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണമെന്ന് ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഒരു ഇബാദത്ത്, ഒരു സൽക്കർമ്മം അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ പ്രധാനമായും രണ്ട് നിബന്ധനകൾ പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. ഒന്നാമതായി, നാം നിർവഹിക്കുന്ന ഇബാദത്തുകൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമായിരിക്കുക. അതാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇബാദത്തുകൾ മുഴുവൻ അത് അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക. അത് നമസ്കാരമാകട്ടെ, സദഖയാകട്ടെ, ഖുർആൻ പാരായണമാകട്ടെ, എന്തുമാകട്ടെ, ഇബാദത്തുകളെല്ലാം അത് അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക എന്നതാണ്. രണ്ടാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനനുസൃതമായി കൊണ്ടായിരിക്കണം നാം ഇബാദത്തുകൾ ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഇബാദത്തുകളുമായി അള്ളാഹുവിലേക്ക് നാം മുന്നിടുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള യാതൊരു കർമ്മങ്ങളും അത് സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, ആരാണോ തന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്, ഫൽയഅമൽ അമലൻ സാലിഹ, അവൻ സാലിഹായ സൽക്കർമ്മങ്ങൾ അവൻ ചെയ്തു കൊള്ളട്ടെ. ഒരു കർമ്മത്തെ അത് സാലിഹാണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? അത് ഇഖ്ലാസ് ഉള്ളതായിരിക്കുമ്പോൾ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ അനുസൃതമായി അതിലധിഷ്ഠിതമായി ഒരു പ്രവർത്തനം ചെയ്യുമ്പോഴാണ് അത് സൽക്കർമ്മമായി തീരുന്നത്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുന്നതും അതിന് പ്രതിഫലം നൽകുകയും ചെയ്യുന്നത് എന്ന അടിസ്ഥാന പാഠം നമ്മിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നമ്മിലേക്ക് കടന്നു വന്ന ശഅബാൻ എന്ന മാസം, അതിൽ ധാരാളം ബിദ്അത്തുകൾ ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ അതിൽ ധാരാളം സുന്നത്തുകളായ കാര്യങ്ങളുമായി, സൽക്കർമ്മങ്ങളുമായി നമുക്ക് മുന്നേറേണ്ടതുണ്ട്. ഇത് രണ്ടും നാം വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുകയും സുന്നത്തിൽ ധാരാളമായി മുന്നേറുകയും ബിദ്അത്തുകളെ പൂർണ്ണമായും നാം ഒഴിവാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ശഅബാൻ മാസത്തിൽ അതിനെക്കുറിച്ച് പോലീസ് പറയപ്പെട്ട കാര്യങ്ങൾ അത് ഏതൊക്കെയാണ്, അതിലില്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാനിന്റെ പവിത്രതയായി, അതിന്റെ ശ്രേഷ്ഠതയായി അവിടുന്ന് പറയുന്നു, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഒരു വർഷത്തെ സൽക്കർമ്മങ്ങൾ, ഒരു വർഷത്തെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയരുന്ന മാസമാണ് ശഅബാൻ എന്ന് പറയുന്ന മാസം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മാസത്തിൽ ധാരാളമായി നോമ്പനുഷ്ഠിച്ചിരുന്നു എന്ന് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതാണ് മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുകയാണ്, ലം യകുനിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു ശഹ്റൻ അക്സറ മിൻ ശഅബാൻ, ശഅബാനിനേക്കാൾ അധികമായി ധാരാളമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുത്ത മറ്റൊരു മാസവുമില്ല. അഥവാ റമദാനിന് ശേഷം ഐച്ഛികമായ സുന്നത്തായ നോമ്പുകൾ റസൂലുള്ള ധാരാളമായി വർദ്ധിപ്പിച്ച മാസം അത് ശഅബാനായിരുന്നു. ഫഇന്നഹു കാന യസൂമു ശഅബാന കുല്ലഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാൻ മുഴുവനായും നോമ്പനുഷ്ഠിച്ചിരുന്നു. അഥവാ അതിലെ ബഹുഭൂരിപക്ഷം ദിനങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിലായിരുന്നു എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ധാരാളമായി സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ റമദാനിൽ നമുക്ക് നഷ്ടപ്പെട്ട ഫർളായ നോമ്പുകൾ ഉണ്ടാകും. രോഗം കാരണമായി, യാത്ര കാരണമായി, അതല്ലെങ്കിൽ സ്ത്രീകൾക്കൊക്കെ നോമ്പ് നഷ്ടപ്പെടാറുള്ളത് പോലെ അങ്ങനെ ഫർളായ നോമ്പുകൾ അതെല്ലാം എടുത്തു വീട്ടാനുള്ള അവസാനത്തെ മാസമാണിത്. അതുകൊണ്ട് നോമ്പ് നഷ്ടപ്പെട്ട ആളുകൾ അവർ ഉണർന്നിരിക്കേണ്ടതുണ്ട്. അള്ളാഹുവോടുള്ള ആ നിർബന്ധ ബാധ്യത അതവർ എത്രയും പെട്ടെന്ന് തന്നെ അവർ തീർക്കേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഫിത്നകൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ
നോമ്പെടുക്കുക എന്നുള്ളത് അതെന്തുകൊണ്ടും അനുയോജ്യമായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുവാക്കളെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ മഅ്ശറ ശബാബ്, അല്ലയോ യുവാക്കളെ, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫലിയതസവ്വജ്, വിവാഹപ്രാപ്തിയെത്തിയ നിങ്ങളിൽ ഓരോ ആളുകളും നിങ്ങൾ വിവാഹം ചെയ്തു കൊള്ളുക. വമൻ ലം യസ്തതി', ഇനി വിവാഹം കഴിക്കാനുള്ള പ്രാപ്തിയില്ലെങ്കിൽ ഫഅലൈഹി ബിസ്സൗം, അവൻ നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ. ഫഇന്നഹു ലഹു വിജാഉൻ, അതവന് പരിചയാണ്, തിന്മകളിൽ നിന്ന് ഹറാമുകളിൽ നിന്നുള്ള ഒരു പരിചയാണ് നോമ്പെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഫഇന്നഹു അഗദ്ദു ലിൽ ബസരി വഅഹ്സനു ലിൽ ഫർജ്, അവന്റെ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കുവാനും അവന്റെ കണ്ണുകൾ താഴ്ത്തുവാനും ഏറ്റവും അനുയോജ്യമായ മാർഗം എന്ന് പറയുന്നത് അത് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് അത് ധാരാളം നന്മകൾ, അതുപോലെ ധാരാളം പ്രതിഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ സുന്നത്തായ നോമ്പുകൾ, അത് നമ്മുടെ ഫർളായ നോമ്പുകളിലുള്ള വീഴ്ചകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഖേന പരിഹരിച്ചു നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചതായി കാണാം. അവിടുന്ന് പറയുന്നു, നമസ്കാരത്തെ കുറിച്ച് പറയുകയാണ്, ഫഇൻ തഖസ മിൻ ഫരീളതിഹി ശൈഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയുടെ നമസ്കാരത്തെ കുറിച്ച് വിചാരണ ചെയ്യുമ്പോൾ അവന്റെ നമസ്കാരത്തിൽ, അവന്റെ ഫർളായ നമസ്കാരത്തിൽ വല്ല പോരായ്മകളും കുറവുകളും ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്നു, ഉൻദുറു ഹൽ ലിഅബ്ദി മിൻ തതവ്വുഇൻ, എന്റെ അടിമക്ക് ഐച്ഛികമായ വല്ല നമസ്കാരങ്ങളും ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക, നിങ്ങൾ നോക്കുക. അങ്ങനെ ഫയുകമ്മിലു ബിഹ മൻ തഖസ മിനൽ ഫരീളതി, അങ്ങനെ ആ വ്യക്തി നിർവഹിച്ച ഐച്ഛികമായ സുന്നത്തായ നമസ്കാരങ്ങൾ കൊണ്ട് അവന്റെ ഫർളിൽ വന്ന പോരായ്മകളെ അല്ലാഹു അത് മുഖേന പരിഹരിച്ചു കൊടുക്കുന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, സുമ്മ യകൂനു സായിറു അമലിഹി അലാ ദാലിക്, എന്നിട്ട് ഇതേപോലെയാണ് ബാക്കിയുള്ള കർമ്മങ്ങളെല്ലാം എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. ഫർളായ നോമ്പിലുള്ള വീഴ്ചകൾ അത് സുന്നത്തായ നോമ്പുകൾ കൊണ്ട് പരിഹരിക്കപ്പെടുമെന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ശഅബാനിന്റെ മറ്റൊരു ശ്രേഷ്ഠതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇന്നല്ലാഹ ലയത്ലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15ന്റെ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിലേക്ക് നോക്കുന്നതാണ്. ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിരിൻ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൃഷ്ടികൾക്കും അവൻ പുറത്തു കൊടുക്കും, മുശ്രിക്കിനും മുശാഹിനും ഒഴികെ. അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾ, അല്ലാഹുവിന് നൽകേണ്ട ഇബാദത്തുകൾ അത് മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കുന്ന ആളുകൾ, അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങൾ അത് മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കുന്നവർ, അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ പോലെയാണ് മരിച്ചുപോയ അമ്പിയാക്കന്മാരും സാലിഹീങ്ങളും എന്ന് പറയുന്നവർ. ഇത്തരത്തിൽ ശിർക്ക് ചെയ്തു പോയ ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. അതുപോലെ ഔ മുശാഹിനിൻ, മുശാഹിൻ എന്ന് പറഞ്ഞാൽ ഹുവൽ മുആദി, പരസ്പരം ശത്രുതയും വിദ്വേഷവും വെച്ച് പുലർത്തുന്ന ആളുകൾ. ഈ രണ്ട് വിഭാഗം ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. മുശാഹിൻ എന്നതിന്റെ മറ്റൊരു വിശദീകരണം അവൻ ബിദ്അത്തുകാരൻ എന്നാണ്. ബിദ്അത്തുകൾ ചെയ്യുന്നവർക്കും ശിർക്ക് ചെയ്യുന്നവർക്കും പരസ്പരം ശത്രുതയുള്ളവർക്കുമൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ധാരാളമായി ശഅബാനിൽ സൽക്കർമ്മങ്ങളുമായി നാം മുന്നേറുക, ശിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും പൂർണ്ണമായും വേറിട്ട് നിൽക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൗഹീദിലും സുന്നത്തിലുമായി നാം ജീവിതം മുന്നോട്ട് നയിക്കുകയുമാണ് ചെയ്യേണ്ടത്. മഹാന്മാരായ സലഫുകൾ അവരുടെ ചരിത്രം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. മഹാനായ താബിഈ ഹബീബ് ഇബ്നു അബീ സാബിത്ത് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ശഅബാനിലേക്ക് പ്രവേശിച്ചാൽ അദ്ദേഹം പറയുമായിരുന്നു, ഹാദാ ശഹ്റുൽ ഖുർആ, ഇത് ധാരാളമായി ഖുർആൻ ഓതുന്നവരുടെ മാസമാണ്. മഹാനായ അംർ ഇബ്നു ഖൈസ് അദ്ദേഹം ശഅബാനിലേക്ക് പ്രവേശിച്ചാൽ അഗ്ലഖ ഹാനൂതഹു, അദ്ദേഹത്തിന്റെ വ്യാപാര സ്ഥാപനങ്ങൾ, അദ്ദേഹത്തിന്റെ കടകൾ അദ്ദേഹം അടക്കുകയും വതഫറഗ ലിഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം. നമ്മുടെ സലഫുകൾ അവർ ധാരാളമായി ഖുർആൻ ഓതിയിരുന്ന മാസമാണ് ശഅബാൻ മാസം എന്ന് പറയുന്നത്. ശഅബാനിൽ ഖുർആൻ ഓതിയ ആളുകൾക്ക് റമളാനിൽ അത് എളുപ്പമായിരിക്കും. ശഅബാനിൽ ഓരോ ദിവസവും ഒരു ജുസ് ഓതിയവർക്ക് റമളാനിൽ അതിനേക്കാൾ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ശഅബാൻ മാസത്തെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് എന്താണ്? ദാലിക ശഹ്റുൻ യഗ്ഫുലു الناس عنه ബൈന റജബിൻ വറമളാൻ, റമളാനിനും റജബിനും ഇടയിൽ അധിക ആളുകളും അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസമാണ് ശഅബാൻ മാസം എന്ന് പറയുന്നത്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ജനങ്ങൾ അശ്രദ്ധയിലായി കഴിയുമ്പോൾ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയില്ലാതെ ദുനിയാവിന്റെ ലഹരിയിൽ അതിലങ്ങ് ആഴ്ന്നുപോയി ദിക്റുകളും ഇബാദത്തുകളും ഒക്കെ പാടെ ഒഴിവാക്കുന്ന സന്ദർഭങ്ങളിൽ ധാരാളമായി ഇബാദത്തുകളിൽ മുന്നേറുക എന്നത് അത് അല്ലാഹുവിന്റെ അടുക്കൽ അങ്ങേയറ്റം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. ജനങ്ങളൊക്കെ അശ്രദ്ധയിലാണ്. ശഅബാനിലുള്ള നോമ്പിനെ കുറിച്ച് പലർക്കും അറിയുകയില്ല. ശഅബാനിലുള്ള ഖുർആൻ പാരായണത്തിന്റെ സലഫുകളുടെ മാതൃക അത് പലരും അറിയാത്ത അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് ധാരാളമായി സുന്നത്തുകൾ അത് വർദ്ധിപ്പിക്കുക, അത് ധാരാളമായി അനുഷ്ഠിക്കുക. എന്നാൽ സുന്നത്തുകൾ വർദ്ധിപ്പിക്കേണ്ട, ധാരാളമായി ഇബാദത്തുകൾ ചെയ്യേണ്ട ഈ സന്ദർഭത്തിലും
ബിദ്അത്തുകളാണ് പലരിലേക്കും കടന്നു വരുന്നത്. ആ ബിദ്അത്തുകളെ കുറിച്ച് പറയുന്നതിന് മുൻപായി നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു അടിസ്ഥാന പാഠം നാം എല്ലാവരും നമ്മുടെ മനസ്സിൽ കുറിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലാഹു റബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ. നിന്റെ റബ്ബ്, ആ റബ്ബ് ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുകയും അതിലിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. മനുഷ്യർക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് തന്നെ കാലങ്ങൾക്കും ദിവസങ്ങൾക്കും മാസങ്ങൾക്കും അതുപോലെ വ്യക്തികൾക്കും സ്ഥലങ്ങൾക്കുമെല്ലാം അതിന് ശ്രേഷ്ഠത കൽപ്പിക്കുന്നവൻ, അതിന് മഹത്വം കൽപ്പിക്കുന്നവൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. മക്കയും മദീനയും അത് ശ്രേഷ്ഠതയുള്ളതാണ്. നാം അത് വിശ്വസിക്കാനുള്ള കാരണം എന്താണ്? അത് അള്ളാഹു അതിന് ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. പള്ളികൾ, അള്ളാഹുവിന്റെ ഭവനങ്ങൾ, അത് പവിത്രതയുള്ളതാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പവിത്രത കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3 പള്ളികൾ, മസ്ജിദുൽ അഖ്സയും അതുപോലെ മസ്ജിദുൽ ഹറമും മസ്ജിദുൽ നബവിയും, അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മസ്ജിദുകളാണ്. അങ്ങനെ സ്ഥലങ്ങൾക്കും കാലങ്ങൾക്കുമെല്ലാം ശ്രേഷ്ഠത കൽപ്പിക്കുവാൻ അതിന് വ്യക്തമായ പ്രമാണങ്ങൾ, തെളിവുകൾ വേണ്ടതുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാതെ ഓരോ ആളുകളും അവരുടെ ഇച്ഛക്കനുസരിച്ച് ഓരോ ദിവസത്തിനും പ്രത്യേകത കൽപ്പിക്കുന്നതായി കാണാം. അതൊരിക്കലും ദീനിൽ പ്രമാണമാവുകയില്ല. റബീഉൽ അവ്വൽ 12 ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ടെന്ന് പറയുന്നവരുണ്ട്. റബീഉൽ അവ്വൽ 12 അത് 2 ഈദുകളെക്കാൾ ശ്രേഷ്ഠമുള്ളതാണെന്ന് പറയുന്നവരുണ്ട്. അതുപോലെ മക്ബറകളും ജാറങ്ങളും എല്ലാം അവിടെ പ്രത്യേകം പുണ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന ജാറങ്ങളിലേക്ക് പോവുകയും അവിടെയൊക്കെ പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടെ പോയി നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കുന്നവരുണ്ട്. ആരാണ് ഇതെല്ലാം കൽപ്പിച്ചത്? ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ വിശുദ്ധ ഖുർആനിലോ ഇതിനുള്ള തെളിവുകൾ കാണുകയില്ല. ഇനി ശഅബാനിലേക്ക് നാം കടന്നു വരികയാണെങ്കിൽ ശഅബാൻ 15 ചില ആളുകൾ പ്രത്യേകത കൽപ്പിക്കുകയാണ്. അന്ന് ചില പ്രത്യേകമായ നോമ്പുകൾ, ചില പ്രത്യേകമായ നമസ്കാരങ്ങൾ നമസ്കരിക്കുന്ന ആളുകളുണ്ട്. ശഅബാൻ 15 ചില നോമ്പ് നോക്കുന്ന ആളുകളുണ്ട്. അവർ ആ നോമ്പിനെ വിളിക്കാറുള്ളത് ബറാഅത്ത് നോമ്പ് എന്നാണ്. ബറാഅത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നവർ അവർക്ക് പ്രത്യേകമായ തെളിവുകളൊന്നും കൊണ്ടുവരാൻ കഴിയുകയില്ല. ഒരു ദീനിൽ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ സഹീഹായ വ്യക്തമായ തെളിവുണ്ടായിരിക്കണമെന്നത് ഏതോ ഒരു വിദ്യാർത്ഥിക്കും ഏതോ ഒരു വ്യക്തിക്കും വ്യക്തമായി മനസ്സിലാകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ ഉദ്ധരിക്കുന്ന ഹദീസുകൾ അത് തീർത്തും ദുർബലമാണ്. അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയ മൗദൂആയ ഹദീസുകളാണ് അതിൽ ബഹുഭൂരിപക്ഷമെന്നും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിൽപ്പെട്ട ഒരു ഹദീസാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു എന്ന നിലയ്ക്ക് പറഞ്ഞതായി കാണാം. ഇദാ കാനത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ. ശഅബാൻ 15 രാവെത്തിയാൽ ആ പകലിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുകയും രാത്രിയിൽ നിങ്ങൾ നമസ്കരിക്കുകയും ചെയ്തു കൊള്ളുക എന്ന് പറയുന്ന ഹദീസ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞതായി കാണാം, ഫഇന്നല്ലാഹ യൻസിലു ഫീഹാ ലിഗുറൂബി ശംസി ഇല സമാഇ ദുനിയ. ശഅബാൻ 15 അന്ന് വൈകുന്നേരം ആ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അള്ളാഹു ദുനിയാവിനോടടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരികയും എന്നിട്ട് അള്ളാഹു പറയും, അലാ മിൻ മുസ്തഗ്ഫിരിൻ ലീ ഫഅഗ്ഫിറ ലഹ്. എന്നോട് പാപമോചനം തേടുന്നവരുണ്ടെങ്കിൽ ഞാൻ അവർക്ക് പൊറുത്തു നൽകാം. അലാ മുസ്തർസിഖുൻ ഫഅർസുഖഹ്. എന്നോട് റിസ്ക് ചോദിക്കുന്നവർ, ഉപജീവനം ചോദിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ അവർക്ക് റിസ്ക് നൽകാം. അലാ മുബ്തലൻ ഫഉആഫിയഹ്. അതുപോലെ തന്നെ പ്രയാസപ്പെടുന്ന ആളുകൾ, ദുരിതം അനുഭവിക്കുന്നവർ, അവർക്ക് ഞാൻ ശമനം നൽകാം എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരം പുലരുവോളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കെട്ടിച്ചമച്ച ദുർബലമായ ഹദീസുകൾ തെളിവ് പിടിച്ചുകൊണ്ട് ഈ നോമ്പിന് പ്രമാണങ്ങൾ കണ്ടെത്തുന്നവരുണ്ട്. ഒരിക്കലും അത് ദീനിൽ സ്ഥിരപ്പെട്ട കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതകാലത്ത് എത്രയോ ശഅബാനുകൾ കടന്നുപോയിട്ടുണ്ട്. അവിടെ ശഅബാൻ 15 പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുത്തത് നമുക്ക് കാണാൻ കഴിയുകയില്ല. അതല്ലെങ്കിൽ ആ നോമ്പിന്റെ പോരിശയായി ഇന്ന കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ ശഅബാൻ 15 രണ്ടാമത്തെ ബിദ്അത്താണ് അസ്സലാത്തുൽ അൽഫിയ എന്ന പേരിൽ അറിയപ്പെടുന്ന നമസ്കാരം. ആരാണ് ഈ നമസ്കാരം ഉണ്ടാക്കിയത്? ആദ്യത്തെ 3 നൂറ്റാണ്ടിലുള്ള ആളുകൾക്ക് ഇത് പരിചയമില്ല. അതുമാത്രമല്ല ഹിജ്റ 448 വരെ ഈ നമസ്കാരത്തെ കുറിച്ച് ഒരാൾക്കും അറിയുമായിരുന്നില്ല. മറിച്ച് ഹിജ്റ 448 ബൈത്തുൽ മഖ്ദിസിലേക്ക് ഒരു വ്യക്തി കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ പേര് ഇബ്നു അബിൽ ഹംറ എന്ന പേരുള്ള ഒരു വ്യക്തി അദ്ദേഹം ബൈത്തുൽ മഖ്ദിസിലേക്ക് കടന്നു വരികയും ശഅബാൻ 15 രാവിൽ അദ്ദേഹം നമസ്കരിക്കുകയും ചെയ്തു. അദ്ദേഹമാകട്ടെ അങ്ങേയറ്റം ശബ്ദമാധുര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം നമസ്കരിക്കുമ്പോൾ പിറകിലതാ ഒരു വ്യക്തി ആ നമസ്കാരത്തിൽ പങ്കുചേരുകയാണ്. പിന്നീട് 2ആയി 3ആയി 4ആയി ആ നമസ്കാരം കഴിയുമ്പോഴേക്കും ഒരു വിഭാഗം, ഒരു വലിയ കൂട്ടം അദ്ദേഹത്തിന്റെ പിന്നിൽ നമസ്കരിക്കുകയുണ്ടായി. പിന്നീട് അടുത്ത കൊല്ലം ഇത് അതിനേക്കാൾ ഉഷാറായി വീണ്ടും ധാരാളം ആളുകൾ ആ നമസ്കാരത്തിൽ പങ്കെടുക്കുകയും പിന്നീട് അത് മറ്റുള്ള പള്ളികളിലേക്കും മുസ്ലിം നാടുകളിലേക്കും അത് വ്യാപിക്കുകയും ഉണ്ടായി എന്ന് ബിദ്അത്തിന്റെ ചരിത്രം പറയുന്ന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ബിദ്അത്തുകൾ അത് ചെറിയ രൂപത്തിലാണ് തുടങ്ങുന്നത്. പിന്നീട് അത് വലുതായി ആളുകൾ അത് സുന്നത്താണെന്ന് ധരിച്ചു പോകുന്ന രൂപത്തിൽ അത്തരത്തിൽ ബിദ്അത്തുകൾ വ്യാപിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതയായി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർക്കപ്പെടുന്ന ദുർബലമായ ഒരു ഹദീസ് ഉണ്ട്. എന്താണ് അവർ പറയാറുള്ളത്? ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, മൻ സല്ല 100 റക്അത്തിൻ ഫി നിസ്ഫി മിൻ ശഅബാന, ആരെങ്കിലും ശഅബാൻ 15ന്റെ രാവിൽ 100 റക്അത്ത് നമസ്കരിക്കുകയും യഖറഉ ഫീ കുല്ലി റക്അത്തിൻ ബിഫാത്തിഹത്തിൽ കിതാബ്, എല്ലാ റക്അത്തിലും സൂറത്തുൽ ഫാത്തിഹയും വഖുൽ ഹുവല്ലാഹു അഹദ് 10 മർറാത്തിൻ, എല്ലാ റക്അത്തിലും 10 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുകയുമാണെങ്കിൽ, അഥവാ എല്ലാ റക്അത്തിലും 10 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ 100 റക്അത്ത് നമസ്കരിക്കുമ്പോഴേക്കും 1000 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതേണ്ടി വരും. അങ്ങനെ 1000 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ട് ആരെങ്കിലും നമസ്കരിക്കുകയാണെങ്കിൽ ഇല്ലാ ഖദല്ലാഹു അസ്സ വജല്ല കുല്ല ഹാജത്തിൻ ത്വലബഹാ തിൽക ലൈല, അവൻ ആ രാത്രിയിൽ അല്ലാഹുവിനോട് ചോദിക്കുന്ന അവന്റെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു നിർവഹിച്ചു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അവിടുത്തെ പേരിൽ കള്ളം ചമക്കുകയാണ്. റസൂലുള്ള പറയാത്ത കാര്യങ്ങൾ അവിടുത്തെ മേൽ കെട്ടിച്ചമക്കുകയാണ്. ഈ നമസ്കാരത്തെക്കുറിച്ച് ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം. ആരാണ് ഇമാം നവവി റഹിമഹുല്ലാ? ശാഫിഈ മദ്ഹബിലെ അറിയപ്പെട്ട പണ്ഡിതനാണ്. രണ്ടാം ശാഫിഈ എന്നറിയപ്പെടുന്ന വലിയ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, ഹാതാനി സ്വലാത്താൻ, ഈ 2 നമസ്കാരങ്ങൾ, അഥവാ റജബിൽ നമസ്കരിക്കുന്ന റഗായിബ് നമസ്കാരവും ശഅബാനിൽ നമസ്കരിക്കുന്ന സ്വലാത്തുൽ അൽഫിയയും ബിദ്അതാനി മുൻകറതാൻ, അവ രണ്ടും ബിദ്അത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ സ്വഹാബത്തിനോ താബിഈങ്ങൾക്കോ പരിചയമില്ല. അവ രണ്ടും വെറുക്കപ്പെട്ടതാണ്, മോശമാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. ശഅബാനിലുള്ള അടുത്ത ബിദ്അത്തായി നമുക്ക് കാണാൻ കഴിയുന്നത് ശഅബാൻ 15ാം രാവിൽ ചില പ്രത്യേകം എണ്ണം സൂറത്തുകൾ ഓതുക, സൂറത്തു യാസീൻ പ്രത്യേകമായി ഓതുക. അങ്ങനെയൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. 4-മതായി ശഅബാൻ 15ന്റെ അന്ന് അതൊരു ആഘോഷമാക്കുന്ന ആളുകളുണ്ട്. അന്ന് പ്രത്യേകമായ ഭക്ഷണങ്ങളും പ്രത്യേകമായ വിഭവങ്ങളും ഒക്കെ തയ്യാറാക്കി അന്ന് പ്രത്യേകമായ പുത്തൻ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അതൊരു ആഘോഷം പോലെ കൊണ്ടു നടക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ 2 ആഘോഷങ്ങളുള്ളൂ. അത് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയുമാണ്. ഈദ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യമായ ഇടവേളകളിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ആഘോഷങ്ങളാണ് ഈദ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ആഘോഷങ്ങൾ അത് 2 മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതുകൊണ്ട് ശഅബാൻ 15 അതൊരു ഈദായി ആഘോഷിക്കുക എന്നുള്ളത് അത് ബിദ്അത്തായ കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾ അവർ പറയുന്ന ന്യായം എന്താണ്? ശഅബാൻ 15നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്നതാണ്. അതിനായി തെളിവ് പറയുന്നത് വിശുദ്ധ ഖുർആനിലെ വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, തീർച്ചയായും നാം അതിനെ, അഥവാ വിശുദ്ധ ഖുർആനിനെ ഒരു അനുഗ്രഹീതമായ രാത്രിയിൽ, ലൈലത്തുൽ മുബാറക, അനുഗ്രഹീതമായ രാത്രിയിൽ നാം ആ വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചിരിക്കുന്നു. ഏതാണ് ഈ അനുഗ്രഹീതമായ രാത്രി എന്ന് പറയുന്നത്? അത് ശഅബാൻ 15 എന്നാണ് ബിദ്അത്തിന്റെ ആളുകൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തഫ്സീറുകൾ നാം പരിശോധിക്കുകയാണെങ്കിൽ മുൻഗാമികൾ അവർ എന്താണ് നമുക്ക് പരിചയപ്പെടുത്തി നൽകിയത്? ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, യഖൂലു തആല മുഖ്ബിറൻ അനിൽ ഖുർആനിൽ അളീം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയുന്നു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, നാം ആ ഖുർആനിനെ ഒരു മുബാറക്കായ അനുഗ്രഹീതമായ രാത്രിയിൽ നാം അതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഹിയ ലൈലത്തുൽ ഖദ്ർ, അത് ലൈലത്തുൽ ഖദ്ർ ആണ്. കമാ ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ നാം അതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. ആ ലൈലത്തുൽ ഖദ്ർ എന്ന രാവ് തന്നെയാണ് ലൈലത്തുൽ മുബാറക, അനുഗ്രഹീതമായ രാത്രി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വകാന ദാലിക ഫീ ശഹ്രി റമദാൻ, ഖുർആനിന്റെ അവതരണം അത് റമദാൻ മാസത്തിലാണ്. കമാ ഖാല തആല, അല്ലാഹു പറഞ്ഞതുപോലെ, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ മാസം അതിലാണ് ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചതെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഖണ്ഡിതമായി പറയുന്നു. എന്നിട്ട് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുകയാണ്, വമൻ ഖാല ഇന്നഹാ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ആരെങ്കിലും അത് ശഅബാനിന്റെ 15ാമത്തെ രാവാണ് ഈ ലൈലത്തുൽ മുബാറക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാരെങ്കിലും വാദിക്കുകയാണെങ്കിൽ, കമാ റുവിയ അൻ ഇക്രിമ, ഇക്രിമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതുപോലെ അദ്ദേഹം പറയുന്നു, ഫഖദ് അബ്അദ അൻ-നജ്അത, അവൻ സത്യത്തിൽ നിന്നും അവൻ ശരിയായ മാർഗത്തിൽ നിന്നും അങ്ങേയറ്റം വിദൂരമായിരിക്കുന്നു, തെറ്റിപ്പോയിരിക്കുന്നു എന്ന് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് ഖുർആൻ അവതരിച്ച രാത്രിയാണ് എന്ന പേരിലാണ് നോമ്പനുഷ്ഠിക്കുന്നത്. യഥാർത്ഥത്തിൽ ഖുർആനിന്റെ അവതരണം അത് ലൈലത്തുൽ ഖദ്റിലാണ്. ലൈലത്തുൽ ഖദ്ർ അത് റമളാനിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, ആ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യുക്തിപൂർണമായ ഓരോ കാര്യങ്ങളും അത് വേർതിരിച്ച് വിവരിക്കപ്പെടുന്ന ദിനമാണ് ആ രാത്രി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ബിദ്അത്തിന്റെ ആളുകൾ, നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾ അവർ പറയുന്നു, ശഅബാൻ 15ന്റെ അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷത്തേക്കുള്ള ആർക്കൊക്കെ എത്രയൊക്കെ റിസ്ക് ലഭിക്കണം, അതുപോലെ ഓരോരുത്തരുടെയും ആയുസ് എത്രയാണ് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്നത് അത് ശഅബാൻ 15ന്റെ രാവിലാണ്.
ആ രാത്രിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് അറിയിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ശഅബാൻ 15 അന്ന് ആപത്തുകൾ തടുക്കാൻ, വിപത്തുകൾ തടുക്കാൻ വേണ്ടി സൂറത്ത് ദുഹാൻ ധാരാളമായി ഓതുന്നവരുണ്ട്. സൂറത്ത് യാസീൻ അത് ഇത്ര എണ്ണം നിശ്ചയിച്ചുകൊണ്ട് ഓതുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ശഅബാൻ 15 അന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മലക്കുകൾക്ക് വ്യക്തമാക്കി കൊടുക്കുന്നത്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഐ ഫി ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിന്റെ അന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് വിവരിച്ചു കൊടുക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, യുഫസ്സലു മിനൽ ലൗഹിൽ മഹ്ഫൂദി ഇലൽ കതബ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെക്കപ്പെട്ട കാര്യങ്ങൾ അത് എഴുത്തുകാരായ മലക്കുകൾക്ക് അല്ലാഹു ആ രാത്രിയിൽ അറിയിച്ചു കൊടുക്കുന്നതാണ്. ഒരു വർഷം നടക്കാനിരിക്കുന്ന ആ മുഴുവൻ കാര്യങ്ങളും, അന്ന് ആരൊക്കെ ജീവിക്കും, ആ വർഷത്തിൽ ആരൊക്കെ മരിക്കും, അവർക്കുള്ള ഉപജീവനം എത്രയാണ് എന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് അറിയിച്ചു നൽകുന്നത് അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് ധാരാളം ബിദ്അത്തുകൾ മറമാടുന്ന, ബിദ്അത്തുകൾ അനുഷ്ഠിക്കുന്ന ഒരു മാസമാണ് ശഅബാൻ മാസം എന്ന് പറയുന്നത്. ആ ബിദ്അത്തുകളിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുകയും സുന്നത്തിലേക്ക് നാം വന്നണയുകയും ചെയ്യുക. നമുക്കിടയിൽ ഒരു വിഷയത്തിൽ ഒരു ഭിന്നാഭിപ്രായം ഉണ്ടാകുമ്പോൾ, ഏതാണ് ശരിയെന്ന് മനസ്സിലാക്കാൻ പ്രയാസപ്പെടുമ്പോൾ, അതല്ലെങ്കിൽ ഏതാണ് ശരിയാണെന്ന് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം എന്താണ്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കി നോക്കുക. ആ ഖുർആനിൽ ശഅബാൻ 15 പ്രത്യേക നമസ്കാരങ്ങളില്ല, ശഅബാൻ 15 പ്രത്യേക നോമ്പുകളില്ല, ആ ശഅബാൻ 15 അന്ന് പ്രത്യേകമായ സൂറത്തുകൾ പാരായണം ചെയ്യലില്ല. അതൊരാഘോഷമാക്കി അനുഷ്ഠിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് സുന്നത്തിനെ മുറുകെ പിടിക്കുകയും ബിദ്അത്തുകൾ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കുകയും ചെയ്യുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ശഅബാൻ മാസത്തിൽ ആളുകൾക്കിടയിൽ പ്രചാരമായിട്ടുള്ള ഇത്തരം ബിദ്അത്തുകൾ, ഇത്തരം നോമ്പുകൾ, നമസ്കാരങ്ങൾ, ദിക്റുകൾ, ഖുർആൻ പാരായണങ്ങൾ, ഇതിനെയൊക്കെ എതിർക്കുന്ന സന്ദർഭത്തിൽ, അതല്ലെങ്കിൽ അതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ലാത്തതാണ്, അതുപോലെ സുന്നത്തിൽ പഠിപ്പിക്കപ്പെടാത്ത കാര്യമാണ് എന്ന് പറയുന്ന സന്ദർഭത്തിൽ അത്തരത്തിലുള്ള ആളുകൾ, അത് അനുഷ്ഠിക്കുന്ന ആളുകൾ, അവർ നമ്മോട് തിരിച്ചു ചോദിക്കാറുണ്ട്, അത് നല്ല കർമ്മമല്ലേ, നോമ്പല്ലേ, നമസ്കാരമല്ലേ, ദിക്റല്ലേ, ഖുർആൻ പാരായണമല്ലേ? ഞാൻ ഖുർആൻ ഓതിയതുകൊണ്ട്, ഞാൻ നോമ്പനുഷ്ഠിച്ചതുകൊണ്ട് അല്ലാഹു എന്നെ ശിക്ഷിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത്തരത്തിലുള്ള ന്യായങ്ങൾ പറയുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അങ്ങേയറ്റം വെറുപ്പുള്ള കാര്യമാണ് ദീനിലേക്ക് പുതുതായി കടത്തിക്കൂട്ടുന്ന കാര്യങ്ങൾ, ബിദ്അത്തുകൾ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയില്ലാത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്ത ദീനിലേക്ക് കടത്തിക്കൂട്ടിയ മുഴുവൻ കാര്യങ്ങളും അത് ബിദ്അത്ത് തന്നെയാണ്. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും അത് വഴികേടാണ്. വഇൻ റആഹ അന്നാസു ഹസനതൻ, ജനങ്ങൾ അത് നല്ലതാണെന്ന് അഭിപ്രായപ്പെട്ടാലും, അവരെല്ലാവരും അത് നല്ലതല്ലേ എന്ന് കരുതിയാലും അത് വഴികേടാണ്, അത് ബിദ്അത്താണ്. ആ ബിദ്അത്തുകളെല്ലാം നമ്മെ കൊണ്ടെത്തിക്കുന്നത് അത് നരകത്തിലേക്കാണ്. ബിദ്അത്തുകൾ ചെയ്ത ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിൽ നിന്ന് പോലും അവർ ആട്ടിയകറ്റപ്പെടുന്നതാണ്. നാളെ പരലോകത്ത് ഹൗദിന്റെ അടുക്കിലേക്ക് വെള്ളം കുടിക്കാനായി ചില ആളുകൾ കടന്നു വരും. ആ സമയത്ത് അവരെ തടയപ്പെടുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി പറയുന്നു, അവരെന്റെ ഉമ്മത്തല്ലേ, അവരെന്റെ അനുയായികളല്ലേ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെടും, റസൂലേ, താങ്കളുടെ മരണശേഷം അവർ എന്തൊക്കെയാണ് ദീനിൽ കടത്തിക്കൂട്ടിയതെന്നും താങ്കൾക്കറിയുകയില്ല. അതുകൊണ്ട് ബിദ്അത്തിന്റെ ഗൗരവം അത് വളരെ അപകടമാണ് എന്ന് നാം മനസ്സിലാക്കുക. ഒരിക്കൽ മഹാനായ താബിഈ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പള്ളിയിലേക്ക് കടന്നു വരികയാണ്. ആ സമയത്ത് ഒരു വ്യക്തി നമസ്കരിക്കുകയാണ്. ആ സമയമാകട്ടെ നമസ്കാരം വിലക്കപ്പെട്ട സമയമാണ്. ആ വിലക്കപ്പെട്ട സമയത്ത് ഒരു വ്യക്തി ഇങ്ങനെ സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ നമസ്കാരത്തിൽ നിന്ന് വിലക്കി. ആ സമയത്ത് അദ്ദേഹം തിരിച്ചു ചോദിക്കുകയാണ്, ഞാൻ നമസ്കരിച്ചതിന്റെ പേരിൽ അല്ലാഹു എന്നെ ശിക്ഷിക്കുമെന്നാണോ താങ്കൾ പറയുന്നത്? ഇതേ ചോദ്യമാണ് ബിദ്അത്തിന്റെ ആളുകൾ ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നോമ്പെടുത്താൽ, നമസ്കരിച്ചാൽ, അതുപോലെ തന്നെ ഖുർആൻ ഓതിയാൽ അല്ലാഹു ശിക്ഷിക്കുമെന്നാണോ പറയുന്നത്? മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് പറയുകയാണ്, താങ്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരായി എന്നതിന്റെ പേരിൽ അല്ലാഹു താങ്കളെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. സുന്നത്തിനെതിരായിക്കൊണ്ട് ദീനിൽ മാതൃകയില്ലാത്ത കാര്യങ്ങൾ, ബിദ്അത്തുകൾ ചെയ്യുന്നവരെ അവരെ
അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കുന്നതാണ് എന്ന് അദ്ദേഹം മറുപടി കൊടുത്തതായി കാണാം. അതുകൊണ്ട് ബിദ്അത്തുകളെ എതിർക്കുമ്പോൾ അവർ ഇങ്ങോട്ട് പറയാറുള്ളത് നിങ്ങൾ നമസ്കാരമില്ലാത്തവരാണ്, നിങ്ങൾ സ്വലാത്തില്ലാത്തവരാണ്, നിങ്ങൾ നോമ്പില്ലാത്തവരാണ് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയേക്കാം. പക്ഷേ നമുക്ക് ആശ്വസിക്കാം, ദീനിൽ അള്ളാഹു പഠിപ്പിക്കാത്ത, റസൂൽ പഠിപ്പിക്കാത്ത ഒരു ആചാരവും നമ്മുടെ ജീവിതത്തിലില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയണം. അത്തരത്തിൽ ബിദ്അത്തുകളിൽ നിന്ന് പൂർണ്ണമായും വേറിട്ട് നിൽക്കേണ്ടതുണ്ട്. അതുപോലെ ചില ബിദ്അത്തിന്റെ ആളുകൾ അവർ പറയുന്ന മറ്റൊരു ന്യായമാണ്, ശഅബാൻ 15 നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടോ? ശഅബാൻ 15 അന്ന് പ്രത്യേകമായി നമസ്കരിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടോ? എല്ലാ ബിദ്അത്തുകൾക്കുമുള്ള ചോദ്യമാണത്. അവർ കെട്ടിപ്പൊക്കരുതെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടോ? അതല്ലെങ്കിൽ മീലാദ് ആഘോഷിക്കരുതെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നതായി കാണാം. യഥാർത്ഥത്തിൽ ഇബാദത്തുകളുടെ അടിസ്ഥാനം എന്താണ്? അൽ അസ്ലു ഫിൽ ഇബാദാതി അൽ മൻഉ. ഇബാദത്തുകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. മറിച്ച് റസൂലുള്ളാഹി എന്തൊക്കെ ചെയ്തുവോ അത് നിനക്ക് ചെയ്യാം, അതല്ലാത്തതൊന്നും ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, റസൂലുള്ളാഹി നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കത് അനുഷ്ഠിക്കാവുന്നതാണ്. അതാണ് ഇബാദത്തുകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്നാൽ മുആമലാത്തുകൾ, കച്ചവടങ്ങൾ, ഇടപാടുകൾ, അതിൽ നിനക്ക് എന്തും ചെയ്യാം. റസൂലുള്ളാഹി വിലക്കിയത് എന്താണ് അത് മാത്രം നീ നോക്കിയാൽ മതി. നീ നാളെ ഒരു പുതിയ ബിസിനസ് തുടങ്ങുകയാണ്, നിനക്കത് അനുവദനീയമാണ്. റസൂലുള്ളാഹി അത് വിലക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു കാര്യം, ഈ ഒരു അടിസ്ഥാനം നാം പഠിക്കുകയും ഇത്തരത്തിൽ ബിദ്അത്തുകളിൽ പെട്ടുപോയ ആളുകളെ അവരുടെ സുന്നത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ സുന്നത്തിന്റെ ആളുകളായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.